ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഹോദരങ്ങളെ, ജഡമോഹങ്ങൾ എന്ന മാരക പാപത്തിൻ്റെ ചതിക്കുഴികളെക്കുറിച്ച് ഇന്ന് നമുക്ക് ഗൗരവമായി ചിന്തിക്കാം. ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ നമ്മുടെ ആത്മാവിനെ ദൈവത്തിൽ നിന്ന് അകറ്റുക മാത്രമല്ല, ആത്യന്തികമായി ആത്മാവിനെ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ ഇഷ്ടത്തേക്കാൾ നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങൾക്ക് മുൻഗണന നൽകുമ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തനം നമ്മിൽ പ്രകടമാകാതെ പോകുന്നു. നാം ഈ ലോകത്തിൻ്റെ മക്കളായി മാറുകയും ചെയ്യുന്നു. ദൈവിക ചൈതന്യം നമ്മിൽ നിറയണമെങ്കിൽ നാം ഈ ജഡികമായ ആഗ്രഹങ്ങളെ അതിജീവിക്കണം. ഒരു സാധാരണ ഉദാഹരണത്തിലൂടെ ഇത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഒരു കർഷകൻ തൻ്റെ കൃഷിയിടത്തിൽ കളകൾ വെച്ച് പിടിപ്പിക്കാൻ തീരുമാനിച്ചാൽ എന്ത് സംഭവിക്കും? വിളവ് നശിക്കും, വയൽ ഉപയോഗശൂന്യമാകും. അതുപോലെയാണ് നമ്മുടെ ആത്മാവിൻ്റെ ജീവിതവും. നാം ദൈവിക കാര്യങ്ങൾക്ക് പകരം ജഡികമായ ആഗ്രഹങ്ങൾക്ക്, അതായത് നമ്മുടെ ആത്മാവിനെ പാപഭംഗിലമാക്കുന്ന, നമ്മുടെ ആത്മാവിനെ ഇൻഫെർട്ടൈലാക്കുന്ന കളകൾക്ക് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം നൽകിയാൽ ദൈവിക വിളവ്, അതായത് വിശുദ്ധി നമ്മിൽ ഉണ്ടാകില്ല. നമ്മുടെ മുൻഗണനകൾ തെറ്റിയാൽ ജീവിതത്തിൻ്റെ താളം തെറ്റുകയും ജീവിതത്തിൻ്റെ ദൈവം നമുക്ക് കൽപ്പിച്ചു തന്നിട്ടുള്ള അർത്ഥം നഷ്ടമാകുകയും ചെയ്യും. അത് നമ്മളുടെ നിത്യത്തിലേക്ക് വഴിതെളിക്കുന്ന ഒരു കാരണമായി മാറുകയും ചെയ്യും. നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക എന്ന പ്രഥമവും ഏറ്റവും ഇമ്പോർട്ടൻ്റുമായിട്ടുള്ള കൽപ്പന നാം ലംഘിക്കുന്നത് ജഡിക മോഹങ്ങളെ ദൈവത്തിൻ്റെ മുകളിൽ പ്രതിഷ്ഠിക്കുമ്പോഴാണ്. ദൈവത്തെ മാറ്റി നാം ജഡത്തിന് സ്ഥാനം നൽകുമ്പോൾ അത് വിഗ്രഹാരാധനയായി മാറുന്നു. ഈ മോഹങ്ങൾ അപകടകരമായ വിഗ്രഹങ്ങളായി നമ്മുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് തിരിച്ചറിയണം. സോദോമിലെയും ഗൊമോറയിലെയും കാലം മുതൽ ഇതുതന്നെയാണ് സംഭവിച്ചതും. ആ ജനത തങ്ങളുടെ ജഡികാസക്തികളെ ആരാധിച്ചു. അതിൻ്റെ ഫലം വിനാശകരമായിരുന്നു. നോഹയുടെ കാലത്തെപ്പറ്റി നമുക്ക് ഓർക്കാം. ജഡികതയിൽ മുഴുകിയ ഒരു ലോകത്തെ ദൈവം ജലപ്രളയത്തിലൂടെ ശുദ്ധീകരിച്ചു. പാപം വിഗ്രഹമായി മാറുമ്പോൾ ദൈവകോപം ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. നാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ദൈവത്തിൻ്റെ പാതയിൽ ചരിക്കാനാണ് നമ്മെ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചത്. അത് മറന്ന് നാം സാത്താൻ്റെ വഴികളിൽ പോകുമ്പോൾ സ്വാഭാവികമായും നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ അപ്പന് ദേഷ്യവും കോപവും ഉണ്ടാകാം. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ജഡമോഹങ്ങളെ അതിജീവിക്കുവാനും വിശുദ്ധ ജീവിതം നയിക്കുവാനും നമുക്ക് 7 വഴികൾ നമുക്ക് നോക്കാം. 1. ദിവ്യകാരുണ്യ ആരാധന. ഈശോയുടെ തിരുസന്നിധിയിൽ സമയം ചെലവഴിക്കുന്നത് നമ്മുടെ ആത്മാവിനെ അവിടുത്തെ സ്നേഹത്താൽ നിറയ്ക്കാൻ തീർച്ചയായും സഹായിക്കും. ഈ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൽ സക്രാരിയിൽ, അതുപോലെ തന്നെ അഡോറേഷൻ ചാപ്പലിലൊക്കെ പാപകരമായ ആഗ്രഹങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ശക്തിയും കൃപയും നാം സക്രാരിയുടെ മുന്നിൽ ധ്യാനിക്കുമ്പോൾ തീർച്ചയായും ദൈവം നമുക്ക് ലഭിക്കും. തിരിച്ചറിയണം, സക്രാരി എന്നത് പഴയ നിയമകാലത്തെ ടാബർനാക്കിളിനെ സൂചിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ഭൂമിയിലുള്ള ജീവനുള്ള പ്രസൻസിനെയാണ് ടാബർനാക്കിൾ അല്ലെങ്കിൽ സക്രാരി സൂചിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥം അറിയാതെ ഇന്നും നാം സക്രാരിയുടെ മുന്നിൽ അവിശുദ്ധരായി നിന്ന ചൊരിയുന്നവരായി നിൽക്കാൻ പാടില്ല. ദിവ്യ കാരുണ്യ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. 2. നിരന്തരമായ പ്രാർത്ഥന. പാപത്തിൻ്റെ പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാൻ ദൈവകൃപയ്ക്കായി നാം നിരന്തരം പ്രാർത്ഥിക്കണം. പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവീൻ എന്ന നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ നമ്മെ ഓരോ നിമിഷവും ഓർമ്മിപ്പിക്കണം. 3. ദൈവവചന ധ്യാനം. ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ദൈവവചനം വായിക്കുകയും അത് ഗ്രഹിക്കുകയും അതിൽ നിരന്തരം ധ്യാനിക്കുകയും ചെയ്യുന്നത് പാപത്തിനെതിരായുള്ള ശക്തമായ വേറൊരായുധമാണ്. അവിടുത്തെ വചനം ഇരുതല മുനവാൾ മൂർച്ചയുള്ളതാണ്. അത് നമ്മുടെ വഴികൾക്ക് വിളക്കും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. 4. കുമ്പസാരം അഥവാ പാപസങ്കീർത്തനം. നമ്മുടെ പാപാവസ്ഥയിൽ നിന്ന് മോചനം നേടാനും ആത്മീയമായ സൗഖ്യം പ്രാപിപ്പാനും കുമ്പസാരം എന്ന കൂദാശയിലൂടെ സാധിക്കും. ഈ അനുരഞ്ജനത്തിൻ്റെ കൂദാശയിലൂടെ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും
ദൈവവുമായി വീണ്ടും ഐക്യപ്പെടുകയും ചെയ്യുന്നു. 5. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം. പാപമില്ലാതെ ജീവിച്ച പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടുന്നത് ജഡമോഹങ്ങളെ അതിജീവിക്കാൻ നമ്മെ തീർച്ചയായും സഹായിക്കും. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിലൂടെ നാം നിരന്തരം അമ്മയുടെ സഹായം യാചിക്കണം. കൊന്ത ചൊല്ലുന്നത് ഒരു നല്ല പ്രാക്ടീസാണ്. 6. വിശുദ്ധരുടെ മാതൃക പിന്തുടരുക. ദൈവത്തെ പൂർണ്ണമായി അനുഗമിക്കുകയും വിശുദ്ധിയിൽ ജീവിക്കുകയും ചെയ്ത വിശുദ്ധരുടെ ജീവിതം നമുക്ക് പ്രചോദനമാകട്ടെ. അവരുടെ മാതൃക പിന്തുടർന്ന് നമുക്കും വിശുദ്ധിയുടെ പാതയിൽ മുന്നേറാം. 7. ആത്മീയ ദിശാബോധം. ഒരു ആത്മീയ പിതാവിൻ്റെയോ സിസ്റ്റർ അമ്മയുടെയോ അൽമായരായ ആത്മീയ വ്യക്തികളുടെയോ മാർഗനിർദ്ദേശം സ്വീകരിക്കുന്നത് നമ്മുടെ ആത്മീയ യാത്രയിൽ വ്യക്തത നൽകും. നമ്മുടെ പാപകരമായ പ്രവണതകളെ തിരിച്ചറിയുവാനും ശരിയായ ദിശയിൽ സഞ്ചരിക്കുവാനും ഇത് തീർച്ചയായും സഹായിക്കും. പാപബന്ധനത്തിൽ കഴിയുന്ന മറ്റുള്ളവർക്കും ഈ പോഡ്കാസ്റ്റ് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത്. ദമ്പതികൾ തമ്മിലുള്ള ലൈംഗിക ബന്ധം പരസ്പര സ്നേഹത്തിനും വിധേയത്വത്തിനും പ്രജനനത്തിനുമുള്ള പ്രൊക്രിയേഷനുമുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇത് ദൈവത്താൽ ആശീർവദിക്കപ്പെട്ട വിവാഹ ജീവിതത്തിൽ മാത്രം സാധ്യമാകുന്നതാണ് എന്ന് തിരിച്ചറിയണം. അതിനാൽ ഗർഭനിരോധന മാർഗങ്ങളും പരസ്പരം കാമാസക്തിയോടെ മാത്രം കാണുന്നതും മാരകമായ പാപമാണ്. അതുപോലെ തന്നെ അബോർഷൻ, വ്യഭിചാരം, വർഗരതി, സ്വയംഭോഗം, അതുപോലെ തന്നെ നമ്മൾ ഒളിഞ്ഞ് പാപാവസ്ഥ കാണുന്ന രീതി, പോർണോഗ്രഫി പോലുള്ള കാര്യങ്ങൾ, മറ്റുള്ളവരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ നമ്മൾ അവരറിയാണ്ട് നമ്മൾ നോക്കുന്നത്, ഇതെല്ലാം വലിയ വലിയ പാപാവസ്ഥയാണ്. ഇത് ജഡികമായ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള അവസ്ഥയാണ്, മനസ്സിൻ്റെ അവസ്ഥയാണ് എന്ന് തിരിച്ചറിയണം. ഇത് നമ്മെ ദൈവത്തിൽ നിന്ന് പാടെ അകറ്റുന്നു. ജഡികമായ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചില്ലെങ്കിൽ അവ നമ്മുടെ ആത്മാവിനെ കാർന്നു തിന്നുകയും നശിപ്പിക്കുകയും തിരിച്ചു വരവില്ലാത്ത അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യും. ഒരു അഡിക്ഷനിലേക്ക് അത് നയിക്കും. പാപത്തിൽ നിന്ന് ഈ നിമിഷം പിന്തിരിയാം, മാനസാന്തരപ്പെടാം, ദൈവത്തിന് 1-ാം സ്ഥാനം നൽകാം, വിശുദ്ധ ജീവിതം നയിക്കാം. നമ്മുടെ ശരീരത്തിന് ആരോഗ്യവും നല്ല ബോധവും നൽകിയ ദൈവത്തിന് നന്ദി പറയാം. നാം ചെയ്യുന്നതിലും ചിന്തിക്കുന്നതിലും കേൾക്കുന്നതിലും കാണുന്നതിലും പറയുന്നതിലുമെല്ലാം ദൈവത്തിന് നമുക്ക് മഹത്വം നൽകാം. ജഡിക പാപം നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെയും സമാധാനത്തെയും സന്തോഷത്തെയും നശിപ്പിക്കുകയും രോഗങ്ങൾ, മാനസിക പ്രയാസങ്ങൾ, ജോലി നഷ്ടം, ശത്രുതാ മനോഭാവം, മരണം വരെ ആ അവസ്ഥയിലേക്ക് നമ്മളെ നയിച്ചെന്ന് വരാം. ഇത് കടുത്ത പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുമെന്ന് നമുക്ക് ഈ നിമിഷം തിരിച്ചറിയാം സഹോദരങ്ങളെ. പാപം ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുകയും ജീവിതത്തിൽ ദുരിതങ്ങൾ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നു. കർത്താവായ യേശു ഒരു രോഗിയെ സുഖപ്പെടുത്തിയ ശേഷം നൽകിയ മുന്നറിയിപ്പ് ഇതിന് അടിവരയിടുന്നു. നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, ഇനിയും തിന്മയായത് ഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. യോഹന്നാൻ 5:14. കൂടാതെ പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ എന്ന് റോമർ 6:23 സൂചിപ്പിക്കുന്നു. അതിനാൽ പാപത്തിൽ നിന്ന് അകന്നു നിൽക്കാം, അല്ലെങ്കിൽ അതിനേക്കാൾ ഭയാനകമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. ഈ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചില്ലെങ്കിൽ അവ നമ്മുടെ ആത്മാവിനെ പാടെ നശിപ്പിക്കുകയും തിരിച്ചുവരവില്ലാത്ത അവസ്ഥയിലെത്തുകയും ചെയ്യും. പാപത്തിൽ നിന്ന് പിന്തിരിയാം, മാനസാന്തരപ്പെടാം, ദൈവത്തിന് 1-ാം സ്ഥാനം നൽകാം, വിശുദ്ധ ജീവിതം നയിക്കാം. നമ്മുടെ ശരീരത്തിന് ആരോഗ്യവും നല്ല ബോധവും നൽകിയ ദൈവത്തിന് നന്ദി പറയാം. നാം ചെയ്യുന്നതിലും ചിന്തിക്കുന്നതിലും കേൾക്കുന്നതിലും കാണുന്നതിലും പറയുന്നതിലുമെല്ലാം നല്ല ദൈവത്തിന് മഹത്വം നൽകാം. ഇന്ന് തന്നെ നമ്മുടെ പിതാവിലേക്ക് നമുക്ക് മടങ്ങാം. നമുക്കിപ്പോൾ ധൂർത്ത പുത്രരെ പോലെ അനുതാപമുള്ള ഹൃദയത്തോടെ നമ്മുടെ സ്നേഹമുള്ള അപ്പൻ്റെ അടുക്കിലേക്ക് തിരികെ ചെല്ലാം. അനന്തമായ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഉറവിടമായ സ്നേഹവാനായ പിതാവ് നമ്മുടെ അപ്പൻ ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കുകയില്ല. നമ്മുടെ പാപങ്ങളാണ് നമ്മയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയണം. ദൈവം ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കുകയില്ല. നാമായിട്ട് അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടേ ഉള്ളൂ. അതിന് കാരണം നമ്മുടെ പാപമാണ്, പ്രത്യേകിച്ച് ജഡികമായ പാപാവസ്ഥ. ഇന്ന് ജഡമോഹങ്ങളോട് മല്ലടിക്കുന്ന ഒരു സഹോദരനോ ഒരു സഹോദരിക്കോ നമ്മുടെ ജീവിത പങ്കാളിക്കോ ഈ സന്ദേശം കൈമാറാവുന്നതാണ്. ഈ കത്തോലിക്ക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്
നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നത് വരെ ഒരു മിഷണറിയായും ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു സുവിശേഷ വേല ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ഡിജിറ്റൽ സുവിശേഷ വേലയിൽ പങ്കാളികളാകുവാൻ വീണ്ടും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.